10ാം ക്ലാസ്സിലെ നമ്മുടെ ഒരു പ്രധാന ടോപ്പിക്കാണ് ബയോളജിയിൽ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ് ഫോട്ടോസിന്തസിസിന്റെ സ്റ്റേജസ് എന്ന് പറയുന്നത്. 2 ഘട്ടങ്ങളാണ് ഉള്ളത്, ലൈറ്റ് ഫേസ്, ഡാർക്ക് ഫേസ്. ഒരു കാര്യം ഓർത്താൽ മതി, സൺലൈറ്റ് വരുന്ന ഫേസ് അല്ലെങ്കിൽ സൺലൈറ്റ് ഉപയോഗിക്കുന്ന ഒരു ഫേസ് ആണ് ലൈറ്റ് ഫേസ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ഡാർക്ക് ഫേസ് ആണ്. അവരെന്താണ്, സൺലൈറ്റിന്റെ പ്രസൻസിൽ നടക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. സോ ആദ്യ ഘട്ടമായിട്ടുള്ള ലൈറ്റ് ഫേസ് അല്ലെങ്കിൽ പ്രകാശഘട്ടത്തിൽ ഈ സൂര്യപ്രകാശം ആഗിരണം ചെയ്യുന്നത് ക്ലോറോഫില്ലാണ്. അതായത് നമ്മുടെ ഇലകളിൽ കാണുന്ന ക്ലോറോപ്ലാസ്റ്റ് അല്ലെങ്കിൽ ഹരിതകണം എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് ഹരിതകം അല്ലെങ്കിൽ ക്ലോറോഫിൽ എന്ന പിഗ്മെന്റ് ആണ് ഈ സൂര്യപ്രകാശത്തെ അബ്സോർബ് ചെയ്യുന്നത്. സൂര്യപ്രകാശം ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, അത് അവിടെയുള്ള വാട്ടർ മോളിക്യൂളിനെ സ്പ്ലിറ്റ് ചെയ്യും. അപ്പം ഈ H2O സ്പ്ലിറ്റ് ചെയ്ത് ഹൈഡ്രജനും അതുപോലെ തന്നെ ഓക്സിജനും ആക്കി മാറ്റും. ഓക്സിജൻ എന്ത് ചെയ്യും, നേരെ അറ്റ്മോസ്ഫിയറിലേക്ക് പോകും. ബാക്കിയുള്ളത് നമ്മുടെ ഹൈഡ്രജൻ ആണ്. ഈ ഒരു പ്രക്രിയ അല്ലെങ്കിൽ വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു, ജലതന്മാത്രകളെ വിഘടിപ്പിക്കുന്ന ടൈമിൽ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിനെ നമ്മൾ പറയുന്നതാണ് ATP എന്നുള്ളത്. അതാണ് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ഇനി ലൈറ്റ് ഫേസ് നമ്മുടെ കഴിഞ്ഞു. ഇനി ഡാർക്ക് ഫേസിലേക്ക് ആരൊക്കെയാ പോവുക, ഇവിടെ നിന്നുള്ള ATPയും പോകും, അതുപോലെ തന്നെ അവിടെ നിന്ന് കിട്ടിയ ഹൈഡ്രജനും പോകും. ഓൾറെഡി നമ്മുടെ ഡാർക്ക് ഫേസ് നടക്കുന്ന ഭാഗം അതായത് സ്ട്രോമയാണ്. സ്ട്രോമയിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഓൾറെഡി അവിടെ സെറ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഈ കാർബൺ ഡൈ ഓക്സൈഡിലേക്കാണ് ഹൈഡ്രജൻ വരുന്നത്. ഇവരെ രണ്ടുപേരെ യോജിപ്പിക്കുന്നത് ആരാ, നമ്മൾ നേരത്തെ പറഞ്ഞ ATP എനർജി മോളിക്യൂൾ അല്ലെങ്കിൽ ഊർജ്ജ തന്മാത്രയാണ്. അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജനും കൂടെ ചേർന്നിട്ടാണ് C6H12O6 എന്ന് പറയുന്ന നമ്മുടെ ഗ്ലൂക്കോസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഡാർക്ക് ഫേസിലാണ് ഗ്ലൂക്കോസ് നിർമ്മിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കി വെക്കാം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ പ്രകാശഘട്ടം നടക്കുന്നത് ഗ്രാനയിലാണ്, നമ്മുടെ ഇരുണ്ട ഘട്ടം അല്ലെങ്കിൽ ഡാർക്ക് ഫേസ് നടക്കുന്നത് സ്ട്രോമയിലാണ്. അപ്പോൾ കൂടുതലായിട്ട് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ 2 സ്റ്റേജസ് തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്നുള്ളത് കൂടുതൽ പോയിന്റ്സ് ഒക്കെ അറിയണമെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് എല്ലാം ക്ലീൻ ആയിട്ട് പഠിക്കാം നമ്മുടെ നിഞ്ച ബാച്ചിലെ ലൈവ് ക്ലാസ്സിലൂടെ. അപ്പോൾ എല്ലാ മക്കളും നമ്മുടെ ലൈവിലേക്ക് വരിക, ബാച്ചിലേക്ക് വരിക, അടിപൊളിയായിട്ട് പഠിക്കാം. ആൻഡ് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ മിസ് പറയാം, ഈ പറയുന്ന ലൈറ്റ് ഫേസ് ഡാർക്ക് ഫേസ് ഒക്കെ എവിടെയാണ് നടക്കുന്നതെന്ന് പറഞ്ഞു, ഹരിത കണത്തിലാണെന്ന് മിസ് പറഞ്ഞു അല്ലേ. അപ്പം ഈ ഗ്രാനയിൽ ഒരു സിംഗിൾ ആയിട്ടുള്ള കോയിൻ ലൈക്ക് ഭാഗമുണ്ട്, അതിൻ്റെ പേരെന്താണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇൻഫർമേഷൻ പറഞ്ഞു തരാം മിസ്. വീണ്ടും വരാം.